STP ന്യൂസിലേക്ക് സ്വാഗതം. സെന്റ് ഫിലോമിനാസിലെ വിശേഷങ്ങൾ എന്തൊക്കെയെന്നറിയാൻ റിപ്പോർട്ടർ നേഹ നമ്മുടെ കൂടെ ചേരുന്നു. ആൻഡ്രിയ, ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് ഫിലോമിനാസ് ഗേൾസ് ഹൈസ്കൂളിന്റെ മുന്നിലാണ്. ഇവിടുത്തെ പ്രവേശനോത്സവം എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കുട്ടികൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് HM മരിയ സിസ്റ്ററിനോട് നമുക്ക് ചോദിക്കാം. ഈ വർഷത്തെ നമ്മുടെ പ്രവേശനോത്സവം വളരെ സന്തോഷത്തോടും ആഘോഷത്തോടും കൂടി തന്നെ ജൂൺ 2-ാം തീയതി തന്നെ നടത്തപ്പെട്ടു. ഇനിയും നമ്മുടെ ഈ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഓരോന്നോരോന്നായിട്ട് കടന്നു വരികയാണ്. നാളെ നമ്മുടെ പരിസ്ഥിതി ദിന ആഘോഷം ഇവിടെ നടക്കും. അതിനുശേഷം ഒരാഴ്ചത്തെ പരിപാടിയായിട്ട് വാര ആചരണം ഉണ്ടാകും. അങ്ങനെ ഓരോ മാസങ്ങളിലും അതിൻ്റെതായ പ്രത്യേകതകളോടുകൂടി തന്നെ നമ്മൾ ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്ത് വരികയാണ്. അങ്ങനെ നമുക്ക് ഈ വർഷത്തെ കൂടുതൽ സന്തോഷപ്രദവും വിജ്ഞാനപ്രദവുമാക്കി തീർക്കാൻ സാധിക്കും. നാളെ പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് ജാൻസൺ സാറിനോട് ചോദിക്കാം. നമുക്കറിയാമല്ലോ, എല്ലാ വർഷവും ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നു. സ്കൂളുകളിൽ പരിസ്ഥിതി ദിനത്തിന്റെ ആചരണം നടത്തുന്നതിന്റെ പ്രാധാന്യം എന്നത് കുട്ടികളിൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കുന്നതിനും പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയുന്നതിനും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യം തിരിച്ചറിയുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ ഈ പരിസ്ഥിതി ദിനാഘോഷം നടത്തുന്നത്. അതിലൂടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം, അതുപോലെ വായു മലിനീകരണം, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം ഇവയൊക്കെ തടയുന്നതിന്റെ ആവശ്യകത തുടങ്ങിയതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം കുട്ടികൾക്ക് കിട്ടാനായിട്ട് ഇത് വഴിയൊരുക്കുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് പരിസ്ഥിതിയുമായിട്ട് ഒത്തിണങ്ങി ജീവിക്കേണ്ടത്, അതുപോലെ പ്രകൃതി വിഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും ഇതിലൂടെ കുട്ടികൾക്ക് ലഭിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് പരിസ്ഥിതി ദിനാഘോഷം സ്കൂളിൽ നടത്തേണ്ടത് ഒരു അനിവാര്യത തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നത്തെ വാർത്ത ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത വാർത്തയായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ആൻഡ്രിയ.